നമുക്ക് അല്പസമയം ആന്തരിക വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ നമ്മളെല്ലാം വിശുദ്ധീകരിച്ചു നമ്മുടെ ശരീരം. എന്നാൽ മനസ്സ്, ആത്മാവ്, മനസാക്ഷി, ഇന്ദ്രിയങ്ങൾ, യാന്ത്രിക മേഖലകളുടെ വിശുദ്ധീകരണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടു പങ്കില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടു പങ്കില്ല. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനാകയാൽ നീയും പരിശുദ്ധനായിടണം. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനാകയാൽ നീയും പരിശുദ്ധയായിടണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടു പങ്കില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടു പങ്കില്ല. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിൻ ആലയമാക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിൻ ആലയമാക്കണമേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. നമ്മുടെ അന്തരംഗങ്ങളെ ദൈവം തന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ഇത്രയും വലിയ അഭിഷിക്തനായ ദാവീദിന് ആ ഹൃദയത്തിലെ ചിന്തകൾ പാപത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയം മാറ്റി എനിക്ക് പുതിയ ഹൃദയം തരണേ. നമ്മളെല്ലാവർക്കും
ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ, മരണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ എല്ലാ യോഗ്യതകളും നിറഞ്ഞ ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, അങ്ങനെ എൻ്റെ ജീവിതത്തെ, എൻ്റെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഇന്ദ്രിയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ തെറ്റായ വിജ്ഞാനത്തെയും എല്ലാ ബോധ്യങ്ങളെയും പരിശോധിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിനെ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈശോയെ, അങ്ങയുടെ ദിവ്യപ്രഭയാൽ എൻ്റെ ആത്മാവിനെ കാണണമേ, വിശുദ്ധീകരിക്കണമേ. എനിക്കറിയില്ല ഈശോയെ, എനിക്കറിയില്ല. പരിശുദ്ധാത്മാവേ, എനിക്കറിയില്ല. എൻ്റെ ആത്മാവിലും മനസ്സാക്ഷിയിലും മനസ്സിൻ്റെ അബോധ ഉപബോധ സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നിരവധിയായ പിതാവിനാൽ നടാത്ത ചെടികളെ എനിക്കറിയില്ല. അങ്ങ് തന്നെ പിഴുതു മാറ്റണമേ. ഞാനിതാ പൂർണ്ണമായിട്ട് എൻ്റെ ആത്മാവിനെയും എൻ്റെ മനസ്സിനെയും സമർപ്പിക്കുന്നു. എൻ്റെ അബോധ മനസ്സിനെ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഇനി ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആ ബോധ്യത്തോടെ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിൽ കടന്നുകൂടിയിരിക്കുന്ന മാനുഷിക ബോധ്യങ്ങളെല്ലാം മാറ്റി, ലോകത്തിൻ്റേതായ ചിന്തകൾ മാറ്റി, പാഴ്വചനങ്ങൾ മാറ്റി, താമ്പാതി ദൈവംപാതി മാറ്റി, അങ്ങനെയുള്ള എല്ലാ പാഴ്വചനങ്ങളും മാറ്റി, ആ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ മാറ്റി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അങ്ങനെയുള്ള ബോധ്യങ്ങൾ മാറ്റി, മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നന്മയ്ക്കായി, മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയുള്ള രക്ഷ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളേക്ക് പുതിയ ചക്രവാളങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ പുതിയ ചക്രവാളങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണേ. മനസ്സാക്ഷിയിലുള്ള തെറ്റായിട്ട് എല്ലാ ബോധ്യങ്ങളും കഴുകി വിശുദ്ധീകരിക്കണമേ. എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്. 13-ാമത്തെ വചനം മുതൽ നമുക്കൊന്ന് കേൾക്കാം. എബ്രായ 9:13 പറയുന്നത്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതുറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടി കോലാടുകളുടെയും ചെമ്പരിയാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിച്ചുകൊണ്ട് ആണെങ്കിൽ, അതിനേക്കാൾ ഹൗ മച്ച് മോർ ദ സ്പിരിറ്റ്, എറ്റേണൽ സ്പിരിറ്റ്
offered through unblemished blood of Christ will sanctify our inner, our conscience from dead works. പുതിയ നിയമം പഴയ നിയമവും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. ഒന്നിതാണ്, കാളക്കിടാങ്ങളുടെയും ആട്ടിൻ്റെയും രക്തമല്ല. പുതിയ ഉടമ്പടിയിൽ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ച്, നീതീകരിച്ച്, ശക്തീകരിച്ച്, മഹത്വീകരിച്ച് ദൈവ തുല്യമാക്കുന്നു. അവിടുത്തെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ആ ബോധ്യത്തോടെ നമുക്ക് ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ശാല ഹാലബല. ഓ പരിശുദ്ധാത്മാവേ, ഹലബല 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 ഹലബല. ഞങ്ങളുടെ അബോധ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. അബോധ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശല ഹലബല. എല്ലാ തെറ്റായിട്ടുള്ള ബോധ്യങ്ങളെയും വിശുദ്ധീകരിക്കണമേ. പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഓ യേശുവേ, പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ശല ഹലബല 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 ശാലബലബലബല ഹലബലബല ഹലബലബല ഹലബല ഹലബല. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. നമ്മൾ നാളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണതയിലേക്ക് നമ്മൾ വരണം. ഓ ദൈവമേ, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് കൊലോസ്യ ലേഖനത്തിൽ 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഒരിക്കൽ കൂടി എല്ലാവരും ഏറ്റുപറഞ്ഞ്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ജ്ഞാനം
7-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുന്നത്, 14-ഉം 15-ഉം വചനം, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. അത് അക്ഷയനിധിയാണ്. നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ ജ്ഞാനം മാത്രമേ നമുക്കുണ്ടാകുകയുള്ളൂ. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. അക്ഷയനിധിയായി അനന്തതയിലേക്ക് നിത്യതയുള്ള നിധി ജ്ഞാനമൊന്നു മാത്രമാണ്. മരണശേഷവും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് ജ്ഞാനം മാത്രമാണ്. ഈ ഭൂമിയിൽ നമ്മൾ സ്വരൂപിക്കുന്ന നിധികളൊന്നും നമുക്ക് മരണാനന്തരം ഉപയോഗപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ വെച്ച് നമ്മൾ സമ്പാദിക്കുന്ന ദൈവിക ജ്ഞാനം നമ്മുടെ ആത്മാവിനെ സമ്പന്ന ആക്കുകയും മരണാനന്തരം അത് വിശുദ്ധ കൊച്ചു തെരേസയെപ്പോലെ, അൽഫോൻസാമയെപ്പോലെ, മദർ തെരേസയെപ്പോലെ ആ ജ്ഞാനം ലോകം മുഴുവനെയും സഹായിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജ്ഞാനം അക്ഷയനിധിയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിലെ ജീവിതം അല്ല പ്രാധാന്യം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരേക്കാൾ നിർഭാഗ്യരാണ്. എന്നാൽ ഈ ജീവിതത്തിൽ വെച്ച് തന്നെ നിത്യതയിലേക്കുള്ള സമ്പന്നത സ്വന്തമാക്കുന്നവരാണ് ജ്ഞാനികൾ. പോയി മറയുന്നീ ലോകവുമതിലേ ജഡികാശകളും അക്ഷയഭാഗ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നിങ്ങൾ. ജ്ഞാനം അക്ഷയമായ ഒരു നിക്ഷേപമാണ്. ക്രിസ്തീയ ആത്മീയത എന്നത് ദൈവം തൻ്റെ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമായ കർത്താവ്, സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ കർത്താവ് നമുക്ക് അതുപോലെ ജ്ഞാനം നൽകി ദൈവിക രഹസ്യങ്ങളുടെ ഖജാന തുറന്ന് മരണാനന്തര ജീവിതത്തിൽ കൊച്ചു തെരേസയെപ്പോലെ, അമ്മ തെരേസയെപ്പോലെ, ജോൺ ഓഫ് ദ ക്രോസിനെ പോലെ, മദർ തെരേസയെപ്പോലെ എല്ലാം ലോകത്തെ മുഴുവനും ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നതിനുള്ള സംവിധാനമാണ്. ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യം ഈ ജീവിതമല്ല. ആ അർത്ഥത്തിലാണ് ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു.
ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം. ദൈവത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് തന്നെ ആ നിത്യമായ സ്വർഗീയ ജീവിതമാണ്. അതിവിടെ തന്നെ ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം. 10 കന്യകമാർ, അതിൽ 5 പേർ വിവേകവതികളായിരുന്നു. അവർ വിളക്കെടുത്ത് പാത്രങ്ങളിൽ എണ്ണയും കരുതി അവർ മണവാളൻ വന്ന ഉടനെ മണവാളൻ്റെ സൗഹൃദത്തിലേക്ക് പ്രവേശിച്ചു. അവർ മണവാളനോടൊപ്പം മണിയറയിൽ പ്രവേശിച്ചു. ഈശോയിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളെല്ലാവരുമാണ് ഈ കന്യകമാർ. പാത്രത്തിൽ എണ്ണ, അത് പരിശുദ്ധാത്മാവാണ്. വിളക്ക്, അത് കർത്താവ് ഈശോ മിശിഹ തന്നെയാകുന്ന ജ്ഞാനമാണ്. എപ്പോഴും വിളക്ക്, ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന സുവിശേഷം. ആ വിളക്ക് എപ്പോഴും പ്രകാശിപ്പിക്കുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. ആ കന്യകമാരെ പോലെ ദൈവിക ജ്ഞാനത്താൽ നിറയുന്നതിനെ ദാഹിച്ച് പ്രാർത്ഥിക്കുക. ജ്ഞാനം അക്ഷയനിധിയാണ്. എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട് ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. തുടർന്ന് വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകത്തോടെ സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു വാക്ക് വിവേകത്തോടെ നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് എന്തെല്ലാം വിനകൾ ഉണ്ടാക്കാം. ഓരോ വാക്കും, അതാണ് ഈശോ തന്നെ പറഞ്ഞു. എവിടെയാ? മത്തായി 12:36. മത്തായി 12:36. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകൾ, നമ്മുടെ വാക്കുകൾ ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ. ഒരു കൗൺസിലറാണെങ്കിൽ കൗൺസിലർ തൻ്റെ വാക്കല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വെളിപാടനുസരിച്ചാണ് പറയുന്നത്. ഒരു വചനപ്രഘോഷകൻ തൻ്റെ ബോധ്യമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പ്രഘോഷിക്കേണ്ടത്. എല്ലാ ശുശ്രൂഷകരും ദൈവം അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശാഖയായിട്ടാണ്. ഞാൻ മുന്തിരിച്ചെടിയും
നിങ്ങളെല്ലാം എൻ്റെ ശാഖകളും. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞാനും അക്ഷയനിധിയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ അത് സിദ്ധിച്ചവർ അത് സിദ്ധിച്ചവർ അത് സിദ്ധിച്ചവർ അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ശാല ബല ഹല ബല ഹല ബല. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ശാല ബല 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 ഹല്ല 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 ശാല ബല 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 ലബ 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 ലബ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാല ബല 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 ബല. ദൈവത്തിൻ്റെ സൗഹൃദം നേടിത്തരുന്ന ജ്ഞാനമേ, ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്ന ജ്ഞാനമേ, അക്ഷയനിധിയായ ജ്ഞാനമേ, ഞങ്ങളിൽ നിറയണമേ. അക്ഷയനിധിയായ ജ്ഞാനമേ, മരണാനന്തരം ഞങ്ങളെ സഹായിക്കുന്ന ജ്ഞാനമേ, ഞങ്ങളുടെ അക്ഷയമായ ആത്മാവിലേക്ക് നിറയുന്ന അക്ഷയനിധിയായ ജ്ഞാനമേ. ശല ഹലബല 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 ശാല ബല 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 ശലബല ഹലബല 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 ശാല ബല ഹലബല 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 ഹലബല. അക്ഷയനിധിയായ ജ്ഞാനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാല ബല 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 ബല. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവമേ അവിടുത്തെ ജ്ഞാനത്തെ നൽകണമേ. അക്ഷയനിധിയായ ജ്ഞാനമേ, ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനുള്ള. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അക്ഷയനിധിയായ ജ്ഞാനം. അക്ഷയനിധി എന്ന് പറഞ്ഞാൽ അക്ഷയമായ നമ്മുടെ ആത്മാവിൽ മാത്രമേ അതിനിരിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിൽ ഉണ്ടാകാം, പക്ഷെ ഭരിക്കുമ്പോൾ മനസ്സും ശരീരവും എല്ലാം പോകുന്നു. എന്നാൽ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകുന്നു. വിശ്വസിക്കുക. അതിവിടെ വെച്ച് തന്നെ ശക്തമാകാം. അക്ഷയനിധിയായ ജ്ഞാനമേ, വിവേകത്തോടെ സംസാരിക്കാൻ ശുശ്രൂഷകരായ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വിവേകത്തോടെ സംസാരിക്കാൻ. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവത്തിൻ്റെ സന്ദേശമാണ്. നമ്മുടെ സ്വന്തം ചിന്തകളോ നമ്മുടെ ബോധ്യങ്ങളോ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പാഴ്വചനങ്ങളോ അല്ല. നമ്മളൊന്ന് സമർപ്പിക്കുക. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ, നാളിതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം അതിൽ നമ്മളോട് നന്ദി പറയുന്നു. എന്നാൽ അതോടൊപ്പം നമ്മൾ ചിന്തിക്കാം,
നമ്മുടെ മാനുഷിക ബോധ്യങ്ങളാലോ നമ്മുടെ വിവേകരഹിതമായ സംസാരത്താൽ ഏതെങ്കിലും ശുശ്രൂഷാ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ, വ്യക്തികൾക്കുണ്ടായിട്ടുള്ള തെറ്റായ ഗൈഡൻസ്, തെറ്റായ നയിക്കലുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ കൊടുത്ത തെറ്റായ ഒരു ഡയറക്ഷൻ, തെറ്റായ ഒരു വാക്ക്, വിവേകത്തോടെ അല്ലാത്ത വാക്ക് മറ്റു മനുഷ്യരെ എങ്ങനെ സ്വാധീനിച്ച് കാണും? ഞങ്ങൾക്കറിയില്ല കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, അങ്ങ് അവരിൽ വസിക്കുന്നുണ്ടല്ലോ, അങ്ങ് അവരെ നയിക്കണമേ. വിവേകത്തോടെ അല്ലാതെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഓരോ മേഖലകളെയും വിശദീകരിച്ച് അങ്ങ് വിവേകം കൊടുത്തുകൊണ്ട് അങ്ങയുടെ ജ്ഞാനമെല്ലാം ക്രമീകരിക്കും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് സ്വാധീനം ചെലുത്തുന്ന ജ്ഞാനമേ, ആ ജ്ഞാനത്താൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും വന്നുപോയിട്ടുള്ള തെറ്റുകൾ വിവേകത്തോടെ സംസാരിക്കാതെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് വിവേകത്തോടെ സംസാരിക്കാതെ ദൈവിക ദാനങ്ങൾക്കൊരു ചിന്തിക്കാതിരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഓ ദൈവമേ, വിവേകത്തോടെ സംസാരിക്കാതെ ദൈവിക ദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാതെ സുവിശേഷ രഹസ്യങ്ങളെ വേണ്ട രീതിയിൽ ജ്ഞാനത്തിലൂടെ പ്രഘോഷിക്കാതെ പോയ ദിവസങ്ങളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സൗഹൃദം നേടിയവരാണ്. ദൈവത്തിൻ്റെ സൗഹൃദം വേണം നമുക്ക്. ദൈവത്തിൻ്റെ സൗഹൃദം ഓ പരിശുദ്ധാത്മാവേ, അക്ഷയനിധിയായ ജ്ഞാനമേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം തുറക്കണമേ. അക്ഷയനിധിയായ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിവേകത്തോടെ സംസാരിക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവദാനങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്ന ജ്ഞാനം നൽകണമേ. ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്ന ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരും അധരം തുറന്ന് നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നാവിൻ്റെ കെട്ടുകൾ അഴിക്കണമേ. ഭാഷാവരം, പ്രവചനവരം, എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. വിവേകത്തോടെ സംസാരിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ഞങ്ങളുടെ അന്തരംഗങ്ങളെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാൻ അവളുടെ പ്രബോധനം അവനെ യോഗ്യരാക്കുന്നു. ജ്ഞാനത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കുന്നതിനെ എളിമപ്പെടുത്തണമേ, എളിമ നൽകണമേ. ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രബോധനം ലഭിക്കുന്നതിന്, പ്രബോധനത്തിൽ ആശ്രയിക്കുന്നതിന്. എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റെ അത്രേ. എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റെതാണ്. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് ഉയർത്തുന്നതിന് ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും
ദൈവിക രഹസ്യങ്ങൾ പ്രഘോഷിക്കുന്നവരാക്കി മാറ്റണമേ. ലബ്ബാ. ഹലബല 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 ശല്ലബ ശല്ലബ റബ കീരി അല്ലഖറബ ലഖറബ ശല്ല കീരി അല്ലഖറബ ലഖറബ ശല്ല കീരി അല്ലഖറബ ലഖറബ ഹല്ലബ 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 ശന്ദലബ ലബ 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 ഹീരിയ ലബ 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 ശാല ബല 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 ശന്ദ ലബ 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 ശന്ദ ലബ 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 ഹീരിയ ലബ റബ്ബ 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 ശലബല ബല 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 ശലബല ബല 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 ബല. എല്ലാവരും ഭാഷാവൃത്തിൽ ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്ന ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുകണമേ. ശലബല ബല 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 ശലബല ബല 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 ശലബല ബല 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 ഹലബ 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 ഹലബ. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ബ്രെയിൻ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ചിന്തകളെ മാനുഷിക ചിന്തകളിൽ നിന്നും മാറ്റി ദൈവിക ചിന്തയാക്കി മാറ്റണമേ. പത്രോസേ, നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല. നീ എനിക്കൊരു പ്രതിബന്ധമാണ്. ഓ യേശുവേ, ഞങ്ങളുടെ ചിന്തകൾ അങ്ങേക്ക് പ്രതിബന്ധമാകാതിരിക്കുന്നതിന് ശാലബല ഞങ്ങളുടെ മാനുഷിക ചിന്തകൾ ശാല ഹലബല ഹലബല ശലബലബല ഹലബലബല ഹലബല 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 ശലബല ഹലബല 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 ശല്ലബ 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 ശല്ലബ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 ല ശലബ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 ല ലംബ ലംബ ലംബ. ഞങ്ങളുടെ മാനുഷിക ചിന്തകളെ ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ മാനുഷിക ചിന്തകളെ അകറ്റണമേ. ഞങ്ങളുടെ മാനുഷിക ചിന്തകളെ വിശദീകരിക്കണമേ. ദൈവത്തിൻ്റെ സൗഹൃദത്തിന് തടസ്സമുള്ളതെല്ലാം എടുത്ത് മാറ്റണമേ. ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്ന ചിന്തകളാക്കി മാറ്റണമേ. ലംബിയ 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 ലംബിയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി മാറ്റണമേ. അക്ഷയമായ നിധി ഞങ്ങളിൽ തുറക്കണമേ. വിവേകത്തോടെ സംസാരിക്കുന്നവരാക്കി മാറ്റണമേ. വിവേകത്തോടെ സംസാരിക്കുന്നവരാക്കി മാറ്റണമേ. ഹലബല ഹലബല ഹലബല. ഓ ഹുറു 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 ഹുറു. പുതിയ ഭാഷാവരങ്ങൾ ഹുറു 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 ഹുറു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ശലമലബല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഓഹോ പരിശുദ്ധാത്മാവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഓഹോ പരിശുദ്ധാത്മാവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല.
ശന്തലഹീരിയം മഖീരിയലഹ ശന്ത ലബ ലബ. അതിരം തുറന്ന് ശബ്ദമുയരട്ടെ. അതിരം തുറക്കൂ, അതിരം തുറക്കൂ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അതിരം തുറക്കൂ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ലംബ റംബ. ഓഹോ പരിശുദ്ധാത്മാവേ, ജ്ഞാനം അക്ഷയനിധിയാണ്. അക്ഷയനിധിയായ ജ്ഞാനം, അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിൽ നിറയ്ക്ക്. മരണാനന്തര ജീവിതത്തിൽ പോലും ഞങ്ങൾക്ക് ദൈവിക രഹസ്യങ്ങൾ ലോകത്തിന് കൊടുക്കുന്നവരാക്കി മാറ്റണേ. ഈ ജീവിതത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. സ്വർഗീയമായ കാര്യങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹല്ലമാ ലബാ ലംബാ ലംബാ അക്ഷയനിധിയാണ് ജ്ഞാനം. അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങളിലേക്ക് തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അക്ഷയനിധിയായ ജ്ഞാനം അത് സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അതിരം തുറക്കൂ, ശബ്ദമുയരട്ടെ. ലംബ റബി അലഖി. പുതിയ ഭാഷാവരങ്ങൾ വരട്ടെ. റബി റബി ലംബി അലഹ റബി. പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ ശുശ്രൂഷകൾ, പുതിയ ചക്രവാളങ്ങൾ. വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ. വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ. പുതിയ വരദാനങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ വരദാനങ്ങൾ അഭിഷേകമാകട്ടെ. പുതിയ വരദാനങ്ങൾ അഭിഷേകമാകട്ടെ. വലിയ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ഹല്ലംബ ലംബ റബി അലഹ. അവളുടെ പ്രബോധനം അതിനെ യോഗ്യരാക്കി ദൈവത്തിന്റെ സൗഹൃദം നേടുന്നതിനും, ദൈവത്തിന്റെ സൗഹൃദം നേടുന്നതിന് ശല്ലബാ ലബാ ലബാ ലബാ. ദൈവത്തിന്റെ സൗഹൃദം നേടുന്നതിന്, ദൈവത്തിന്റെ സൗഹൃദം നേടുന്നതിന് അക്ഷയനിധിയാണ് ജ്ഞാനം. അത് സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അത് സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അതിരം തുറക്കൂ, ഹൃദയം തുറക്കൂ, ആത്മാവ് തുറക്കട്ടെ. അക്ഷയമായ നിധി ഇതാ നിങ്ങളുടെ ആത്മാവിലേക്ക് യേശു പകരുന്നു. ഹല്ലമാ ഹല്ലമാ റംബി അലമാ ശലബല ഹലബല ഹലബല. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും, ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും. ഓ ജ്ഞാനമേ, 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 അലമീ, ജ്ഞാനമേ. ശലമല. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ, നിഗൂഢവും 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 രഹസ്യവുമായ ജ്ഞാനമേ ഞങ്ങളിൽ തുറക്കണമേ. യേശുക്രിസ്തുവിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ, ലോകസ്ഥാപനത്തിന് മുൻപുള്ള നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ ഞങ്ങളിൽ തുറക്കണമേ. ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ നിഗൂഢമായിട്ടുള്ളവ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ ഞങ്ങളിൽ തുറക്കണമേ. തുറക്കണമേ, ഞങ്ങളിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, കൈയടിച്ച് പ്രാർത്ഥിക്കാം. കൈയടിച്ച് കൈയടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ തുറക്കണമേ. തുള്ളിച്ചാടി പ്രാർത്ഥിക്കാം, ചാടി ചാടി പ്രാർത്ഥിക്കാം. ശല്ലം മക്കി റിയ ലക്കി റമ്മ ലക്കി റമ്മ ലക്കി ലംബ ലക്കി ലംബ ലക്കി ഹിരിയ ലഹലബ ഹിരിയ ലഹലബ ഹിരിയ ലഹലബ ഹിരിയ ലഹലബ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം. ചമ്പര ചക്ര 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 ചമ്പര ചക്ര
ചക്കര ചമ്പര ചക്കര ചമ്പര ചക്കര ചാലാമാല ഹീരിയാല മാലാഹ ഹീരിയാല മാലാഹ ഹീരിയാല മാലാഹ ലംബടലാഹ ലബാഹ ലംബടലാഹ ലബാഹ ലംബടലാഹ ലബാഹ ചക്കര കിരിയാല മകര കിരിയാല മാ ഹീരിയാല മാലാഹ ഹീരിയാല മാലാഹ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ ശാലബാല ഹലബ ശാലബാല ഹലബ ശാലബാല ഹലബ ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ ജ്ഞാനം 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 എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ ജ്ഞാനം നൽകി പടരണമേ ജ്ഞാനം നൽകി പടരണമേ ദൈവിക രഹസ്യങ്ങളുടെ തുറക്കണമേ. ഓ യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ സകല വിശുദ്ധന്മാരെ, ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങളിതാ സ്വർഗത്തിലാണ്. ഞങ്ങളിപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. ഞങ്ങളിപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. ഞങ്ങൾ അങ്ങയുടെ സൗഹൃദത്തിലാണ്. ഞങ്ങൾക്ക് വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും ഓ റമി അലമാ റബി ഓ റമി അലമാ റമി ഓ റമി അലമാ റമി ഓ റമി അലമാ റമി അലമക്കിയ അന്തഖ നഹന്തഖലമക്കിരിയ അന്തഖലമക്കിരിയ ഹിരിയലമക്കിരിയ ലബ ഉറുലമക്കിരിയ ലബ ഹിരിയലമക്കിരിയ ലബ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വെള്ളം വീഞ്ഞാക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള മാനുഷിക ജ്ഞാനമാകുന്ന വെള്ളത്തെ ദൈവിക ജ്ഞാനമായ വീഞ്ഞാക്കി മാറ്റണമേ. ഞങ്ങളുടെ മാനുഷിക ജ്ഞാനമായ പച്ചവെള്ളത്തെ ദൈവിക ജ്ഞാനമായ വീഞ്ഞാക്കി മാറ്റണമേ. വിവേകത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ദൈവിക ദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി മാറ്റണം. ദാഹിക്കുക. നമ്മുടെ വിവേകം, നമ്മുടെ വിജ്ഞാനം, നമ്മുടെ ബുദ്ധി ഒന്നുമല്ല ദൈവമേ. അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ വിവേകം, അങ്ങയുടെ ബുദ്ധി ഞങ്ങളുടെ ബുദ്ധിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പച്ചവെള്ളം പോലെയുള്ള ഞങ്ങളുടെ ബുദ്ധിയെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ജ്ഞാനമായ മുന്തിരിച്ചാറാക്കി മാറ്റണമേ. നമ്പിയാൽ
പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ ജ്ഞാനം മണപൊട്ടി ഒഴുകട്ടെ. ദൈവത്തിന്റെ ജ്ഞാനം മണപൊട്ടി ഒഴുകുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി മാറ്റുന്നു. വിവേകത്തോടെ സംസാരിക്കുന്നവരും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി മാറ്റുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി തുറക്കുക. ദൈവദാനം, ദൈവത്തിന്റെ അക്ഷയനിധി ഇതാ നമ്മിലേക്ക് പ്രവഹിക്കുന്നു. അക്ഷയനിധി, 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 ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്ന, ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ദൈവിക ജ്ഞാനം സംസാരിക്കാനും ദൈവിക ജ്ഞാനം ലോകത്തിന് പകരുന്ന അക്ഷയനിധി ദൈവത്തിന്റെ സൗഹൃദം നേടുന്ന ജ്ഞാനം നൽകണമേ. ദൈവത്തിന്റെ സൗഹൃദം, അല്ലമീ അല്ലമീ, ദൈവത്തിന്റെ സൗഹൃദം. അത് മതി, അത് മതി ഞങ്ങൾക്ക്. അക്ഷയനിധി, ഈ ലോകത്തിലെ നിധികളൊന്നും ഞങ്ങൾക്ക് വേണ്ട. സ്വർഗീയ നിധി, അക്ഷയനിധി, മരണാനന്തരം നിത്യതയിലേക്ക് നയിക്കുന്ന നിധി. നിത്യതയിൽ നിന്നുകൊണ്ട്, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലേക്ക് റോസാ പുഷ്പങ്ങൾ ഞാൻ വർഷിക്കും. ഭൂമി മുഴുവനും റോസാ പുഷ്പങ്ങൾ ഞാൻ വർഷിക്കും. ഹലമിയലാ 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 ഹലമിയലാ, റോസാ പുഷ്പങ്ങൾ ഞാൻ വർഷിക്കും. ഹലമിയലാ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോക സുവിശേഷവൽക്കരണത്തിന്റെ മധ്യസ്ഥയായ കൊച്ചുത്രേസ്യ, ലോക സുവിശേഷവൽക്കരണത്തിന്റെ മധ്യസ്ഥയായ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുകണമേ. ആ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ജ്ഞാനം നൽകണമേ. ശല്ലവാ വേദപാരംഗതന്മാരെ, വേദപാരംഗതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുപ്പർട്ടീനോ, ജോസഫ് കുപ്പർട്ടീനോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ യോഹന്നാൻ ക്രൂസെ, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഒളിഞ്ഞിരിക്കുന്ന ഈശോയെ നന്ദി. നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അങ്ങേക്കുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്, അങ്ങേക്കുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്, അങ്ങേക്കുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. ശാന്തമായിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ആ നിധി തുറന്നിരിക്കുന്നു. ആ നിധി നമ്മളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. ആ നിധി നമ്മളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും, ഓ ദൈവമേ, അതെന്തോ ഒരു വലിയ നിധിയാണ്. അതൊന്ന് കിട്ടിയാൽ പോരെ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും. ഓ ജ്ഞാനമേ, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അക്ഷയനിധിയാണ് ജ്ഞാനം, അക്ഷയനിധി. ആ അക്ഷയനിധിയായ ജ്ഞാനം നമ്മുടെ ആത്മാവിലാണ് ശേഖരിക്കപ്പെടുന്നത്.
നമ്മുടെ ആത്മാവാണ് നമ്മളിലുള്ള അക്ഷയമായ അവയവം. നമ്മുടെ അക്ഷയമായ ആത്മാവിൽ ദൈവത്തിൻ്റെ അക്ഷയനിധിയെ നിറയ്ക്കാം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിനപ്പുറത്തുള്ള അനന്തമായ ജീവിതത്തിന് വേണ്ടി. കൊച്ചു തെരേസയെ പോലെ, മദർ തെരേസയെ പോലെ, യോഹന്നാൻ ക്രൂസിനെ പോലെ, അമ്മ തെരേസയെ പോലെ, പാതിരി പിയോയെ പോലെ, ഫ്രാൻസിസ് അസീസിയെ പോലെ അക്ഷയമായ നിധിയും വെച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ ചെന്നു. അവരിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അനന്തമായ പ്രവർത്തനമാണ് അവിടെ. അതാണ് ക്രിസ്തീയ ജീവിതം. ഗോതമ്പ് മണി അഴുകുന്നില്ലെങ്കിൽ അത് മുളയ്ക്കില്ല. അഴുകിക്കഴിയുമ്പോൾ അത് മുളച്ച് ചെടിയായി ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഉള്ള ഒരു ഗോതമ്പ് മണി ആയിരിക്കാനല്ല, ഈ ഭൂമിയിൽ അഴുകി. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ അത് പതിരല്ല, അത് വിത്താകണം. ആ ഗോതമ്പ് മണി ഒരു വിത്താകണം. നമ്മളാകുന്ന ഗോതമ്പ് മണി വിത്താണ്. വിത്തിൻ്റെ അകത്ത് എന്തുണ്ട്? വിത്തിൻ്റെ അകത്ത് ഒരു പരമ്പരയുണ്ട്. ഒരു ചക്കക്കുരുവിൻ്റെ അകത്ത് ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ അനേകം ചക്കയുണ്ട്. അനേകം ചക്കകളിൽ കോടാനുകോടി ചക്കക്കുരുക്കളുണ്ടാവും. വിത്തിൻ്റെ അർത്ഥം അതാണ്. വിത്തിൻ്റെ ഉള്ളിൽ ദൈവരാജ്യത്തിൻ്റെ വലിയ പരമ്പരയാണ്. വിത്ത്, ദൈവരാജ്യം വയലിൽ പാകിയ വിത്തിന് സദൃശ്യമാണ്. അത് മുളച്ച് വളർന്ന് തളിർത്ത് വലുതായി വലിയ വൃക്ഷമായി അനേകം പക്ഷികൾ അതിൽ ചേക്കേറും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. 3 ഇടങ്ങഴി മാവിൽ പുളിപ്പിക്കുന്ന പുളിപ്പ് പോലെയാണ്. 3 ഇടങ്ങഴി മാവ് ഈ ലോകവും സ്വർഗവുമാണ്. 3 ഇടങ്ങഴി മാവ്. ഈ 3 ഇടങ്ങഴി മാവിനെയും പുളിപ്പിക്കുന്ന പുളിപ്പാണ്. ദൈവമേ, ആ ജ്ഞാനം. ഞങ്ങളുടെ മാനുഷിക ബുദ്ധി പച്ചവെള്ളമാണ്. ഞങ്ങളുടെ മാനുഷിക ബുദ്ധി പച്ചവെള്ളം പോലെയാണ്. എന്നാൽ അങ്ങ് കാണിച്ചു തന്നു, അങ്ങയുടെ ദൈവീക കൃപ നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവീകത മാനുഷികതയിൽ ലയിക്കുമ്പോൾ പച്ചവെള്ളം മുന്തിരിച്ചാറായി മാറുന്നു. ഞങ്ങൾ ഓരോരുത്തരും പുതുവീഞ്ഞാണ്. പുതുവീഞ്ഞാണ്. പുതു വസ്ത്രം കിട്ടിക്കഴിയുമ്പോൾ പഴയത് മാറ്റണം. ആരും പുതിയതിൽ നിന്നൊരു കഷ്ണം കീറിയെടുത്ത് പഴയതിൽ ഏച്ച് കെട്ടാറില്ല. പുതിയ വീഞ്ഞാരും പഴയ തോൽക്കുടത്തിൽ നിറച്ച് വയ്ക്കാറില്ല. തോൽക്കുടം പൊട്ടും, വീഞ്ഞും പോകും. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിൽ